മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ് വികസിപ്പിച്ചെടുത്ത ഉപകരണത്തിന്റെ പേര് നവ്മിത്ര. നീണ്ടകരയിലാണ് ഇത് വിജയകരമായി പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിക്കുന്നത് വടകരയിലാണ്. 2026 ഫെബ്രുവരിയിൽ 50-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത? കോഴിക്കോട് വയനാട് തുരങ്കപാത അല്ലെങ്കിൽ ആനക്കാംപൊയിൽ കണ്ണാടി മേപ്പാടി. 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2134.5 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ടാമത്തെ ടിൻ ടണലാണ്.